അപ്പൊ ഇന്ന് ഞങ്ങള് അതിരപ്പള്ളിയിൽ പോവാണ്, ഫാമിലിയുടെ അതിരപ്പള്ളിയിൽ പോവാണ്. അപ്പൊ നല്ല രീതിയിൽ മഴയുണ്ട് ഇപ്പൊ. നമ്മളെ തൃശ്ശൂര് നല്ല മഴയുണ്ട്. ഞാൻ ചാലക്കുടി ഭാഗത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ കുറെ നാളായി കാട് ഇതൊക്കെ കണ്ടിട്ട്. അപ്പൊ നേരെ അങ്ങോട്ട് പോവല്ലേ അമ്മ. അപ്പൊ ബാക്കിയുള്ള വിഷയങ്ങൾ കാണാട്ടെ നമുക്ക്. കേട്ടെടുത്തേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി അങ്ങോട്ട് പോകുമ്പോഴുള്ള അമ്പലമാട്ടത്. ഇത് പെരിങ്ങോട്ടരയാണ് കേട്ടോ. അത് പെരിങ്ങോട്ടരയിലുള്ള അമ്പലമാണ്. അതുപോലെ തന്നെ കാനാടിക്കാവും ദേവസ്ഥാനം എന്നൊക്കെ ഇതിനറിയപ്പെടുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല. പക്ഷേ ഈ അമ്പലം അത്രയും മനോഹരം കേട്ടോ. അത്രയും മനോഹരം. അങ്ങനെ ഈ അമ്പലമൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര ചെയ്ത് നേരെ ഞങ്ങൾ അതിരപ്പള്ളിക്കുള്ള പോണ വഴിയിൽ നമ്മുടെ ഒരു അപ്പാപ്പൻ റംബൂട്ടാനൊക്കെ അങ്ങനെ നിർത്തി. റംബൂട്ടാൻ ഒരെണ്ണം വാങ്ങിച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ. സംഭവം നല്ല മധുരം ഉണ്ട് റംബൂട്ടാൻ, നല്ല മധുരം. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾക്ക് ഒരു 100 മരം ഉണ്ട്. അതുപോലെ തന്നെ ആളെന്നെ കൃഷി ചെയ്ത് ഈ സാധനങ്ങൾ വിൽക്കണത്. ആളെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു ബെഞ്ചൊക്കെ ഇട്ട് ആൾ വിൽക്കുന്നത്. പപ്പക്കായ ഉണ്ട്, നെല്ലിക്കുണ്ട്, അതുപോലെ നമ്മുടെ കൊടംപുളി ഉണ്ട്, അങ്ങനെ തന്നെ പച്ചമുളക്, എല്ലാ സാധനങ്ങളും ആൾ കൃഷി ചെയ്ത് അവിടെ തന്നെ കച്ചവടത്തിന് വയ്ക്കണം കേട്ടോ. അങ്ങനെ ആളെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിങ്ങനെ അതിരപ്പള്ളിയിലെത്തി. ഇത് കാണണ്ട, ബാക്കിൽ കാണണ്ട നെറ്റുള്ളത് മൊത്തം നമ്മുടെ റംബൂട്ടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ മരത്തിൽ ഇത്ര അധികം അതിൽ നമുക്കൊന്ന് കാണാട്ടാ. ഇത് വീട്ടിലും അല്ല, നമ്മൾ വീടിൻ്റെ അവിടെ വണ്ടി അവിടെ ഇട്ടിട്ട് പാർക്കിങ് ഇട്ടിട്ടുണ്ട്. 6 റൗണ്ട് ആയിരിക്കണ അതിലൊക്കെ നിറവ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല കേട്ടോ, അതിനെ പ്രശ്നം. നോക്കിയാൽ റംബൂട്ടാൻ ഉണ്ടായിരിക്കണൊക്കെ ഉണ്ടോ. നമ്മൾ വെറ്റിലപ്പാറേരെ അവിടെ നിന്ന് നേരെ നമ്മൾ മലയാറ്റൂർ റൂട്ട് പോയില്ലേ. ആ റൂട്ട് പോകുമ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പനും അവരെ കൂട്ടരും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി നേരെ പോയിട്ടാണ് നമ്മൾ ആ പറഞ്ഞ സ്പോട്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ പാന തട്ടിയിട്ട് ഇരുന്ന് കഴിക്കണ വീഡിയോ കേട്ടോ നമുക്ക് കിട്ടിയുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇത്തിരി ദൂരെയാണെങ്കിലും ഞങ്ങളുടെ ഗണപതിനെ ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ വേറൊരു ആനക്കുട്ടിയുണ്ട്. ഇപ്പോൾ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും രീതിയിൽ ഇരുന്നിട്ട് എന്നപ്പനെ തിന്നെ കണ്ടിരുന്നാട്ടാ. അത് കണ്ടിരിക്കുന്ന കുറേ നേരം നോക്കിയിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കുസൃതി തുടങ്ങി. അപ്പോൾ ആ ചെറിയൊരു ആനക്കുട്ടീനെ അവൻ ബാക്കോട്ട് മാറി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗണപതി ആ പനാമിട്ട് കുത്തിക്കൊണ്ടിരിക്കട്ടോ. കുറച്ചു നേരം ഒരു 2 മിനിറ്റോളം കുത്തിക്കൊണ്ടിരിക്കും. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. കുറച്ചു നേരം കൊമ്പിൽ നിന്നൊക്കെ തെന്നിപ്പോയി വിടാനൊക്കെ പോയി. എന്നാലും ലാസ്റ്റ് അവൻ ഫലം കണ്ടു. സാധനം അവിടെ തട്ടിട്ട് എൻ്റെ പൊന്നെ തട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടും ഇറങ്ങിന്നവനും പിന്നെ നമ്മുടെ ഗണപതിയും കൂടി ആ വന്നിട്ട് പട്ടയും അതുപോലെ തന്നെ അതൊക്കെ കൂട്ടി തിന്നതാണ്. നല്ല രസമായി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്ന് അതിൻ്റെ രസങ്ങളൊക്കെ കണ്ട് ആനേനെ കണ്ട്. പക്ഷെ ഇത്തിരി ദൂരം ഉണ്ടോ, പക്ഷെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഈ റൂട്ട് കാണാം. അങ്ങനെ നമ്മൾ ആനേൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫാമിലി മൊത്തം യാത്ര. കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എത്തി ഇറങ്ങി. അതുപോലെ തന്നെ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി കഴിഞ്ഞുണ്ടല്ലോ, ഒരു മനസ്സിന് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ചെറിയ ടെൻഷനുകൾ നമ്മുടെ തൃശ്ശൂരിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ടൂർ വരുന്ന ആൾക്കാർ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ആവാനായിട്ട് ഇങ്ങോട്ട് വന്നട്ടാ. ഇവിടെ വന്ന് എന്തായാലും കുറച്ച് നേരം നിങ്ങൾ അവിടെ കിടന്ന് നടന്നാൽ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഒരു രസം. എന്നാൽ വരുന്ന വഴിക്ക് നമുക്ക് ആനേനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വഴി ഞങ്ങളുടെ പോകണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കണം. നോക്കി സ്പോട്ടൊക്കെ നോക്കിയേ. ഓ എൻ്റെ പൊന്നൊരു രക്ഷയില്ലാട്ടാ. ഇത്ര നാളും ഞങ്ങൾ അതിരപ്പള്ളിക്ക് പോയിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലം ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം തന്നെ. രാവിലെ വരണം, ഞങ്ങൾ വന്ന സമയത്തിൽ നേരം വൈകി. എന്നാലും ഇതുപോലെ ഒരു ചെറിയ റോഡിന് ആ റോഡിൻ്റെ ചുറ്റപ്പുറത്തും മരങ്ങളും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും പിന്നെ മലകളും. പക്ഷെ പ്രത്യേക സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന വഴി ഇതിനും മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. പോകുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ട കാണാൻ നല്ല രീതിയിൽ ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ റബ്ബർ ഒക്കെ ചേട്ടന്മാർ വെട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ എങ്ങനെയാണ് ആ റബ്ബർ വെട്ടുന്നത് അതൊക്കെ നോക്കിയിരുന്നു. നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഒന്നല്ല, ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ എന്തായാലും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.